ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഫുക്കറ്റിൽ. അപ്പോൾ ഇന്ന് ഹോൾ ഡേ നമ്മൾ ഫിഫി ഐലൻഡ് ടൂറാണ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലോബിയിൽ വന്ന് ബാക്കിയുള്ളവർക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ പഴയ സാധനങ്ങൾ കാണുന്നത്. ടെലിസ്കോപ്പ്, പിന്നെ പണ്ടത്തെ ടൈപ്പ് റൈറ്റർ ഉണ്ടല്ലോ, നീക്കുക ടൈപ്പ് ചെയ്യുക, പേപ്പർ വെച്ചിട്ട് നീക്കുക ടൈപ്പ് ചെയ്യുക, ആ ഒരു സാധനം കണ്ട്. പിന്നെ ലോബിയിൽ തന്നെ നമ്മൾ ഒരു പൂച്ചക്കുട്ടീനെ കണ്ട്. കുട്ടിയെല്ലാം ഇച്ചിരി വലുതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആണാണോ പെണ്ണാണോ എന്നറിയില്ല, പക്ഷെ നല്ല രീതിക്ക് പോസൊക്കെ തന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ടച്ച്. നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് റൈസ്, ചിക്കന്, എഗ്ഗ്, പിന്നെ രാജ്മ, പൊട്ടറ്റോ, ഫ്രൂട്ട്സ്, ജ്യൂസ്, പിന്നെ നൂഡിൽസ്, ഇതൊക്കെ ഇച്ചിരി എടുത്ത് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ വണ്ടി, ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ പോകുന്ന ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ക്ലാസ് ഉണ്ട് നമുക്ക്. Make your holiday to be happy day and don't be serious also. If you serious, be serious too. Not good service everyone. അപ്പോൾ അവിടെ ചെല്ലുന്ന ഉടനെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് വോമിറ്റിങ്ങിൻ്റെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് അവിടെ ഉണ്ട്, നമ്മൾ കയ്യിലെടുക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഉള്ളതും നല്ലത് തന്നെയാണ്. അത് കഴിച്ച് നമ്മൾ ഈ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ആൾ പറയും ഓരോരുത്തർക്കും ഓരോ ബാൻഡ് കാണും. ആ ബാൻഡ് വെച്ചിട്ടായിരിക്കും ഓരോ ബോട്ടിൽ നമ്മൾ കയറുന്നത്. അങ്ങനെ നേരെ നമ്മൾ സ്പീഡ് ബോട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഓരോ ഐലൻഡ് കവർ ചെയ്യാൻ പോകുന്നത്. ഓരോ ബോട്ടിൽ ഓരോ ഗൈഡ്, ഒരു ഹെൽപ്പർ, രണ്ട് ഫോട്ടോഗ്രാഫർ, പിന്നെ ഒരാൾ ബോട്ട് ഓടിക്കുന്ന ആൾ കാണും. എന്നിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും എപ്പോൾ പോകണം, എത്ര മണിക്ക് ആ ഐലൻഡിന് തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളത്. Remember the number of the boat, please, because as you see, we have a lot of the swing boats, so that it can make you confused. And we have to. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കളറിലെ വെള്ളമാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കളർ മാറിയിരിക്കും. ഇത് കണ്ടോ, കുറച്ച് ഗ്രീനിഷ് കളർ വരുന്നുണ്ട്. കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ഡാർക്ക് ബ്ലൂ കളർ വരും. ഇവിടെ നമ്മൾ മലകളൊക്കെ കാണാൻ സ്റ്റാർട്ടാകും. ഈ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഐലൻഡിൽ എത്തും, ഫിഫി ഡോൺ ഐലൻഡ്. അവിടെ നിന്നാണ് നമുക്ക് ലഞ്ച്. 1:15 നമ്മൾ റിട്ടേൺ വരണം. വന്നില്ലെങ്കിൽ അവർ നമ്മളെ അവിടെ ഇട്ടിട്ട് പോകും എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ കയ്യിലൊരു ബാൻഡ്, പല കളറിലെ ബാൻഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് വെച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തണം. അങ്ങനെ നമ്മൾ ഫിഫി ഡോൺ ഐലൻഡിലെത്തി. അവിടെ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഫുഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ച്, അവിടെയും ബൊഫേ ആയിരുന്നു. ഞാൻ കുറച്ച് റൈസും ചപ്പാത്തിയും കറിയും സാലഡ്സും മാത്രമേ എടുത്തുള്ളൂ. ചിക്കനുണ്ട്, നോൺ വെജ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. വെജ് വേണ്ടിയവർക്ക് വെജ്, നോൺ വെജ് വേണ്ടിയവർക്ക് നോൺ വെജ്. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറൊന്നുമല്ല, സ്കൂബ ഡൈവിങ് ചെയ്യേണ്ടവർക്ക് പോയി സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് വരാം. അതിനവിടെ എക്സ്ട്രാ പേയ്മെൻറ്റാണ്. അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ആ ടൈം കൊണ്ട് ഞങ്ങൾ എന്നാൽ ബീച്ചിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ നടന്നു പോയതാണ്. പക്ഷെ ഗൈസ്, ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. അവിടെ നിൽക്കാൻ പറ്റാത്ത വെയിൽ. ഫോട്ടോ പോയിട്ട് അവിടെ നമുക്കൊന്നും കാണണ്ട എന്ന് തോന്നിപ്പോൾ അമ്മാതിരി ചൂടും വെയിലുവാ. ജസ്റ്റ് അവിടെ പോയി കണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മളിങ്ങനെ പോന്നു. പിന്നെ നമ്മൾ കുറച്ച് തണല് നോക്കിയിട്ടാണ് ഈ വ്യൂസൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഈ മേൽഭാഗം മാത്രം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആടെ ഒരു ബഹളം കേട്ടത്. നോക്കിയപ്പോൾ മീനുകളായിരുന്നു, കുട്ടി മീനുകളായിരുന്നു. നല്ല രസമായിരുന്നു. ഒരുമിച്ച് പോകുന്നു, ഓരോ വഴിയുണ്ടാക്കി പോകുന്നു. ഇടയ്ക്ക് കൂട്ടം തെറ്റുന്നുമുണ്ട്. എന്നിട്ട് നല്ല ഭംഗിയിൽ അവർ പോകുന്നുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. നമ്മൾ കാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പായൊക്കെ ചെയ്ത് തരും. പേടിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ല. ജസ്റ്റ് അവിടെ വളരുന്ന മീനുകളാണ്. അപ്പോൾ ബോട്ടൊക്കെ വരുന്നതനുസരിച്ച് ഇവർ വഴി മാറും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബോട്ട് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇവർ സൈഡിലോട്ടാകും. പിന്നെ തെറിക്കുന്നുണ്ടായിരുന്നു, മീൻസ് ഒരെണ്ണം വരുമ്പോഴത്തേക്ക് ഒരെണ്ണം അങ്ങനെ വീണ് കഴിഞ്ഞാൽ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു.
ഇത് ഞാൻ പറഞ്ഞ പോലെ ബോട്ടുകൾ ഫ്രണ്ടിലോട്ട് വരുമ്പം ഇവർ മാറി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്പീഡ് ബോട്ടിൽ പോയി. നെക്സ്റ്റ് അവർ പറഞ്ഞ മങ്കി ബീച്ചാണ്. പക്ഷെ നമ്മളവിടെ മങ്കീനെ കാണാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഈ ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട്, അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് പ്യുവർ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ആദ്യം ഒരു ഗ്രീനിഷ് കളർ, പിന്നെ ഒരു ബ്ലൂ കളർ വരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ നമ്മളവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പക്ക ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ കളറായിരുന്നു ഓഷ്യന്ന്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴാണ് ഇത് ഫോട്ടോ സ്പോട്ട്. പിന്നെ ഇത് നമ്മൾ പോയ സ്പീഡ് ബോട്ടല്ല, ഇത് ലോങ് ടെയിൽ ബോട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതിന് ചാർജസ് ഒന്നുമില്ല. പക്ഷേ ഈ ടെയിൽ ബോട്ട് നമ്മൾ എടുക്കുന്ന ലോങ് ടെയിൽ ബോട്ടിന് ഒരു ബോട്ടിന് അവിടുത്തെ 1600 ബാത്താണ്. അപ്പോൾ നമുക്ക് 2 പേർക്കായിട്ട് പോകുന്നെങ്കിൽ 2 പേർക്കായിട്ട് പോകാം, കുറേ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോകുന്ന ആരുടെയോടെയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ പോകാം. അങ്ങനെയൊക്കെ നമുക്കിതിൽ ട്രാവൽ ചെയ്യാം. പക്ഷേ ഒരു ബോട്ടിൻ്റെ വിലയാണ് 1600 ബാത്ത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം പ്ലാൻ ചെയ്തിട്ട് പോകാം. പക്ഷെ ഇത് മിസ്സാക്കല്ല, കാരണം നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. 2 ഫോട്ടോയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നല്ല ഭംഗിയാണ് അതിൽ ട്രാവൽ ചെയ്യാൻ. ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ല സുഖമായിരിക്കും. അവിടെ പോയിട്ടും വെള്ളത്തിൻ്റെ കളറ് കുറച്ചുകൂടി ഭയങ്കര ക്ലിയർ വാട്ടറായിരുന്നു, ഒരഴുക്കോ ഒന്നുമില്ലായിരുന്നു. മീനിനെയൊക്കെ നമുക്ക് ഒരു സ്കൂബ ചെയ്യാതെ പോലും നമുക്ക് മീനിനെയൊക്കെ നല്ല വൃത്തിക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ കളറിലെ ഓഷ്യൻ വാട്ടർ പോലൊക്കെ. നമ്മളിത് റിട്ടേൺ നെക്സ്റ്റ് ഐലൻഡിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ കളറിലെ വെള്ളം കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് ഗ്രീനിഷ് കളറിൻ്റെ വെള്ളം കാണാം, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ, പിന്നെ അത് കഴിഞ്ഞാണ് ഈ ഒരു ബ്ലൂ കളർ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടതാണ് പോകുന്ന വഴിക്ക് മങ്കി ബീച്ചും, പിന്നെ നമ്മൾ കണ്ട ഒരു ഫോട്ടോ സ്പോട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്ന ഫീലെ ലഗൂൺ എന്ന് പറഞ്ഞൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്ന മായാബേ എന്ന് പറഞ്ഞ ബീച്ചിലോട്ടാണ്. മീൻസ് നമ്മൾ ടെയിൽ ബോട്ടിൽ പോയി കണ്ട സാധനം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കാണുന്നു. 2 മലകളുടെ ഇടയ്ക്കുള്ളൊരു ആ ഒരു ഡിഫറൻസും അതിൻ്റെ ഇടയ്ക്കുള്ള വെള്ളവും അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കാണുന്നു. മീൻസ് നമ്മൾ ലഗൂണിൽ നിന്ന് കാണുമ്പോൾ നമുക്കിത് ഫുൾ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്, ഫുൾ മല എന്നുള്ള രീതിയിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് അവിടെ നിന്ന് നല്ല വൃത്തിക്ക് കാണുമല്ലോ. പക്ഷെ മായാബേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് കാണാം. 2 മല 2 സൈഡിൽ നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ അവരൊരു 400 ബാത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും, നാഷണൽ പാർക്ക് ഫീ എന്ന് പറഞ്ഞ്. ആ നാഷണൽ പാർക്കാണിത്. ഞാൻ വിചാരിച്ചത് എന്തോ നാഷണൽ പാർക്കായിരിക്കും എന്ന്, പക്ഷേ അല്ല. ഈ മായാബേയിലോട്ട് പോകുന്ന ഒരു എൻട്രി ഫീ ആണ് അവർ ഈ 400 ബാത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അതും ടെയിൽ ബോട്ടിൻ്റെ പ്രൈസും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, അതൊക്കെ എക്സ്ട്രാ ആണ്. അത് പാക്കേജിൽ വരില്ല. അവർ അത് ക്ലിയർ കട്ടായിട്ട് പറയും പാക്കേജിൽ വരില്ല. അവിടെ പോയിട്ടാണ് നമ്മളത് പേ ചെയ്യേണ്ടി. ഇത് ഞാൻ പറഞ്ഞ സ്പോട്ട് എത്തി. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മലകൾ അകന്ന് നിൽക്കുന്ന എൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗ്രീനിഷ് കളറിലെ വെള്ളം. അത് നല്ലൊരു ഭംഗിയാണത് കാണാൻ. എന്തോ എനിക്ക് ആ കളറ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒന്നുകൂടെ ആ ഇഷ്ടം ഭയങ്കരമായിട്ട് നല്ല ഭംഗിയിൽ നല്ലൊരു കളർ കോമ്പിനേഷൻ, പല പല കളർ. ആദ്യം ഒരു വൈറ്റ് കളറ്, ക്ലിയർ വാട്ടറിൻ്റെ കളറ്, പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ, പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബ്ലൂ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. പിന്നെ ഇത് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി നമ്മൾ നേരെ താഴെ പോയി. അവിടെയാണ് ഈ മായാബേനൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ബീച്ചിൻ്റെ പേരൊക്കെ. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. ഇവിടെയാണ് വെൽക്കം ടു മായാബേ. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ തിരിച്ചു വരണം. നമുക്കിവിടെ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ നേരെ നമ്മൾ നെക്സ്റ്റ് ബീച്ചിലോട്ടാണ് പോയി. അവിടെയാണ് സ്നോർക്കലിങ്ങും വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത്. പിന്നെ അവിടെ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ 2 കസേരയ്ക്ക് 150 ബാത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വന്ന് നമുക്ക് നമ്മുടെ പോർട്ടിൽ റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് Can you fill it up for them, please?
അതവർ വേറൊന്നുമല്ല പറഞ്ഞ് ടിപ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളവർ തിരിച്ചിറക്കി നമ്മൾ നമ്മുടെ വണ്ടിയിൽ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഫിറ്റ്ബിറ്റിലെ ഫിഫി ഐലൻഡിലെ നൈറ്റ് സീൻസും വ്യൂസും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.